ആരവ് ഉറങ്ങിക്കഴിഞ്ഞോ അല്ലെങ്കിൽ ആരവിന് നൈറ്റ് ഡ്യൂട്ടി ഉള്ളപ്പോൾ ജാൻവി ആരവ് വരുന്നതിന് മുൻപേ ഉറങ്ങുകയാണ് പതിവ്. പിന്നെ രാവിലെ ആരവ് എഴുന്നേൽക്കുന്നതിന് മുൻപ് മുറിയിൽ നിന്ന് എഴുന്നേറ്റ് പോവുകയും ചെയ്യുമായിരുന്നു. അതുകൊണ്ട് തന്നെ ആരവിനെ അഭിമുഖീകരിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ലായിരുന്നു. പക്ഷേ ഇതുപോലെയൊന്നും പണ്ട് ആരവ് ഇറങ്ങി വരുന്നത് കണ്ടിട്ടുമില്ല. അതിൻ്റെ പതർച്ചയിലായിരുന്നു ജാൻവി. മക്കളാണെങ്കിൽ മടിയിലും ഇരിക്കുന്നു. അവരെ താഴെ ഇരുത്താതെ മുറിയുടെ വെളിയിലേക്ക് പോകാനും പറ്റുന്നില്ല. ആകെ എന്തു ചെയ്യണമെന്ന ആലോചനയിൽ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് തൻ്റെ മുഖത്ത് വെള്ളം പതിക്കുന്നത് ജാൻവി അറിഞ്ഞത്. മക്കളോട് സംസാരിച്ചുകൊണ്ട് തൻ്റെ മുന്നിൽ നിൽക്കുന്ന ആരവിനെയാണ് ജാൻവി കാണുന്നത്. മക്കളോടാണ് സംസാരമെങ്കിലും ആരവിൻ്റെ നോട്ടം മുഴുവൻ തൻ്റെ മുഖത്താണെന്ന് കണ്ട് ജാൻവിക്ക് ഇന്നുവരെ തോന്നാത്ത വെപ്രാളം തോന്നി. അവൾ മക്കളെ മടിയിൽ നിന്നും ഇറക്കി കട്ടിലിരുത്തി മുറിക്ക് വെളിയിൽ പോകാമെന്ന് വിചാരിച്ച് അവരെ എഴുന്നേൽപ്പിക്കാൻ നോക്കുമ്പോൾ അതാ പിന്നെയും പെട്ടു. ആരവ് മക്കളുടെ കയ്യിൽ പിടിച്ച് അവരെ ചേർന്ന് നിൽക്കുകയാണ്. ഒന്ന് അനങ്ങാൻ പോലും ആവാതെ ജാൻവി ശ്വാസം മുട്ടി നിന്നു. തൻ്റെ സാമീപ്യം, തൻ്റെ പെണ്ണിലുണ്ടാക്കുന്ന ഓരോ മാറ്റങ്ങളും നോക്കി കാണുകയായിരുന്നു ആരവ്. ആരവിന് ഇത് എന്തു പറ്റി? പണ്ടൊന്നും ഞാൻ കണ്ടിട്ടില്ലല്ലോ ആളെ. എൻ്റെ ദൈവമേ, ഇത് എന്തിനുള്ള പുറപ്പാടാണോ എന്നുള്ള ചിന്തയിലായിരുന്നു ജാൻവി. മക്കളുടെ അടുത്ത് തലകുലുക്കി ഓരോന്ന് സംസാരിച്ചുകൊണ്ട് ആ മുടിയിലെ വെള്ളമെല്ലാം തൻ്റെ മുഖത്ത് മനഃപൂർവ്വം ആരോ തെറിപ്പിക്കുന്നതാണെന്ന് ജാൻവിക്ക് മനസ്സിലായി. ജാൻവി തൻ്റെ പതർച്ച മറച്ചു വെച്ച് ആരവിനെ ദേഷ്യത്തോടെ കൂർപ്പിച്ചു നോക്കി. അറിയാതെ തന്നെ അവളുടെ ചുണ്ടുകളും കൂർത്തു വന്നു. ജാൻവി പണ്ടത്തെ ആ പൊട്ടിപ്പെണ്ണായി മാറിയതുപോലെ. അത് കണ്ട് ആരവ് കുഞ്ഞിപ്പെണ്ണിൻ്റെ കവിളിൽ ജാൻവിയെ നോക്കിക്കൊണ്ട് ഉമ്മ വെച്ചുകൊണ്ട് കുഞ്ഞിപ്പെണ്ണിനോട് പറയുന്നത് പോലെ ആരവ് പറഞ്ഞു, എൻ്റെ കുഞ്ഞിപ്പെണ്ണെ, നീ ഇനിയെങ്ങാനും ഇതുപോലെ ചുണ്ടു കുറിപ്പിച്ചോണ്ടല്ലോ എന്നും പറഞ്ഞ് ആരവ് ജാൻവിയെ പാളിയൊന്ന് നോക്കി. അതുകൂടി കേട്ടപ്പോൾ ജാൻവിക്ക് അവിടെ നിന്നും രക്ഷപ്പെട്ടാൽ മതിയെന്നായിരുന്നു. അവളുടെ വെപ്രാളമെല്ലാം കണ്ട് ഇനിയും പെണ്ണിനെ അവിടെ പിടിച്ചിരുത്തിയാൽ അവൾ ഹാർട്ട് അറ്റാക്ക് വന്ന് ചത്തുപോകുമെന്ന് ആരവിന് മനസ്സിലായി. അത്രയ്ക്ക് ഉച്ചത്തിലാണ് പെണ്ണിൻ്റെ ഹൃദയമിടിപ്പ് കേൾക്കുന്നത്. അതിനാൽ തന്നെ ആരവ് മക്കളിൽ നിന്നും വിട്ടുമാറി ഒരുങ്ങാനായി ഡ്രസ്സിംഗ് ടേബിളിന് നേരെ നടക്കാനാഞ്ഞതും ജാൻവി മക്കളെ കട്ടിലിരുത്തി മുറിയിൽ നിന്നും ഇറങ്ങി ഓടി. അത് കണ്ട് ആരവ് പൊട്ടിച്ചിരിച്ചുകൊണ്ട് പതുക്കെ പറഞ്ഞു, ഇപ്പത്തെ നീ ഇത്രയും പേടിച്ചോ ജാൻവി? ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു? ഇതൊക്കെ വേറെ സാമ്പിൾ. നിന്റെ മൗനവ്രതം എത്രയും പെട്ടെന്ന് ഞാൻ മാറ്റാൻ പറ്റുമോ എന്ന് നോക്കട്ടെ ജാൻവി പെണ്ണെ. എൻ്റെ ദൈവമേ, ഈ ആരവിണ്ണത് എന്തു പറ്റി? ഇത്രയും നാൾ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. ഇവരെ പാതയും കൂടിയോ? അങ്ങനെ എന്തൊക്കെയോ പൊലമ്പിക്കണ്ട് താഴോട്ട് ഇറങ്ങി വരുന്ന ജാൻവിയെയാണ് സിദ്ധാർത്ഥ് കാണുന്നത്. ജാൻവി, ജാൻവി! സിദ്ധാർത്ഥ് വിളിച്ചിട്ടൊന്നും ഒരനക്കവുമില്ലാതെ നടന്നു പോകുന്ന ജാൻവിയെ കണ്ട് അവൻ എന്തോ പന്തികേട് തോന്നി. ദൈവമേ, ഇവിടുന്ന് മുറിയിൽ പോകുന്നവരെ ഒരു കുഴപ്പമില്ലായിരുന്നോ? പെട്ടെന്ന് എന്തു പറ്റി എന്നും ചിന്തിച്ച് സിദ്ധാർത്ഥ് നോക്കിയതും മൂളിപ്പാട്ടും പാടി ചുണ്ടിൽ ഇതുവരെ കാണാത്തൊരു ചിരിയുമായി മക്കളെയും കൊണ്ടുവരുന്ന ആരവിനെയാണ് കാണുന്നത്. ആഹാ, പുതിയ കാഴ്ചകളൊക്കെയാണല്ലോ. ആരവ് മൂളിപ്പാട്ട് പാടുന്നു. ദൈവമേ, ഞാനിത് എന്തൊക്കെയാ കാണുന്നത്? ഇത് ആരവ് തന്നെയല്ലേ? അല്ല, ഇതെൻ്റെ ആരവല്ല. അവൻ ഇങ്ങനെയല്ല. അയ്യോ, എൻ്റെ കൂടെ പഠിച്ച ആരവ് ഇങ്ങനെ ചിരിക്കുവോ? ശിവ ശിവ, ഞാൻ എന്തൊക്കെയായി കാണുന്നത് എന്നും മനസ്സിലോർത്ത് നിന്ന സിദ്ധു അറിഞ്ഞില്ല ആരവ് നടന്ന് അവൻ്റെ അടുത്തെത്തിയെന്ന്. സിദ്ധു, സിദ്ധു, നിനക്കെന്താ പറ്റിയത്? നീ ഇവിടെങ്ങും അല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ആരവ് സിദ്ധുവിൻ്റെ കയ്യിൽ ഒരു നുള്ളു വെച്ചു കൊടുത്തു. എരിവലിച്ച് സിദ്ധു ആരവിനെ നോക്കി എന്തോ പറയാൻ പോയി. പിന്നെ മക്കളെ അടുത്ത് കണ്ട് അതങ്ങ് വിഴുങ്ങി. നീ എന്തിനാ എന്നെ നുള്ളിയത്? എനിക്ക് നന്നായിട്ട് നോന്തു. പിള്ളേരവിടെ നിൽക്കുന്നു, അല്ലെങ്കിൽ നീ ഇതിന് കേട്ടതിനെ എന്ന് ദേഷ്യത്തോടെ പറയുന്ന സിദ്ധുവിനെ നോക്കി ആരവ് പറഞ്ഞു. ഞാൻ വരുമ്പോൾ സ്വപ്നലോകത്ത് നിന്ന് നിന്നെ എത്ര നേരം ഞാൻ ഉണർത്താൻ നോക്കുന്നു. എത്ര നേരമായിട്ട് നിന്നെ വിളിക്കുവോ? എന്നിട്ട് ഒരു അനക്കവും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ നിന്നെ നുള്ളിയത്. നിന്റെ മോള് നിന്നെ പോലെ തന്നെയാണോ? ഇപ്പം മനസ്സിലായോ? നീ ഇപ്പം എന്നെ നുള്ളിയില്ലേ? തന്തയുടെ കുട്ടി തന്നെ ആ കുട്ടി തേവാങ്കും എന്ന് പറഞ്ഞ് സിദ്ധു അവിടെ കണ്ണനുമായിട്ട് എന്തോ പറഞ്ഞുകൊണ്ടിരുന്ന അപ്പൂസിനെ നോക്കി പറഞ്ഞു. കണ്ടോടാ കണ്ണനെ, അവൻ എൻ്റെ പെങ്ങളൂച്ചിൻ്റെ പോലെ പാവാ. അത് കേട്ട് ആരവ് ചിരിച്ചു. അതെ അതെ, നിന്റെ പെങ്ങളൂച്ച് ഭയങ്കര പാവാ. എന്നിട്ട് പ്രത്യേക ഈണത്തിൽ പറയുന്ന ആരവിനെ സിദ്ധു ഒന്ന് ഒഴിഞ്ഞു നോക്കി. എന്താടാ ആകെ മൊത്തം ഒരു ഇത്? എന്തിത്? നീ എന്താടാ പൊട്ടം കളിക്കുകയാണോ? ആരാടാ പൊട്ടം കളിക്കുന്നത്? ഞാനോ അതോ നീയോ? നിനക്കെന്തോ മാറ്റമില്ലേ എന്ന് തോന്നുന്നു. എന്താടാ പതിവില്ലാതൊരു ചിരിയൊക്കെ? നീ ഇങ്ങനെ ചിരിച്ചു നടക്കുന്നു. നേരത്തെ അവൾ പിറുപിറുത്ത് അങ്ങോട്ട് പോകുന്നത് കണ്ടു.
ഞാൻ ചോദിച്ചിട്ടൊന്നും കേൾക്കാത്ത പോലെ, ഈ ലോകത്തൊന്നും അല്ലാത്തതുപോലെ അവൾ പോയി. ആണോ? അങ്ങനെയാണല്ലേ എന്നും പറഞ്ഞ് ഒരു ചിരിയും ചിരിച്ചു നിൽക്കുന്ന ആരവിനെ കണ്ട് സിദ്ധു അവൻ്റെ കോളറിൽ പിടിച്ച് അടുത്ത് നിർത്തി ചോദിച്ചു, സത്യം പറടാ, നീ എൻ്റെ പെങ്ങളെ എന്താ ചെയ്തത്? അവളില്ലെങ്കിൽ അങ്ങനെയൊന്നും പോകില്ല. എന്നോട് മിണ്ടാതെ. നീ അവളെ വഴക്ക് പറഞ്ഞോടാ. ആ, അവളെ വഴക്ക് പറഞ്ഞാൽ അവൾ അങ്ങനെയാടാ പൊട്ടാ പോകുന്നത്. അവൾ കരഞ്ഞുകൊണ്ട് പോയില്ലേ? പിന്നെ നീ എന്താടാ അവളെ ചെയ്തത്? സിദ്ധു നടുക്കത്തോടെ ചോദിച്ചു. നീ ഇങ്ങനെ പേടിക്കാതെ സിദ്ധുവേ, ഞാൻ നിന്റെ പെങ്ങളെന്ന് സ്നേഹിച്ചതേ ഉള്ളൂ. സ്നേഹിച്ചെന്നോ? ഡാ, നീ എൻ്റെ അനിയത്തി കൊച്ചിനെ, നിനക്കിങ്ങനെ വികാരമൊക്കെ ഉണ്ടോടാ? അതോ വല്ല ജിന്നും കൂടി നിന്റെ ദേഹത്ത്? സിദ്ധു, നീ എന്നെ ഇങ്ങനെ വില കുറച്ച് കാണാറാ? എനിക്കും ഉണ്ടടാ വികാരങ്ങളൊക്കെ. അത് പക്ഷേ ഒരാളോട് മാത്രമേ തോന്നിയിട്ടുള്ളൂ, എൻ്റെ ജാൻവി പെണ്ണോട് മാത്രം. ആഹാ, അവിടെ വരെയൊക്കെയായോ? ജാൻവി പെണ്ണോ? ആ അതെ, ജാൻവി പെണ്ണ്, എൻ്റെ മാത്രം ജാൻവി പെണ്ണ്. ഓ, കെട്ടി 2 പിള്ളേരുമായി കഴിഞ്ഞപ്പോഴാണ് പ്രേമം മൂത്തത്. അതെടാ, ഇപ്പോഴാണ് എനിക്ക് പ്രേമം മൂത്തത്. അതെൻ്റെ പെണ്ണിനോടല്ലേ, എൻ്റെ കൊച്ചുങ്ങളുടെ അമ്മയോടല്ലേ. അല്ലാതെ നിന്നെപ്പോലെ ലൈൻ വലിച്ച് നടക്കുവല്ലോ. എന്താടാ പറഞ്ഞത്? സിദ്ധു വെപ്രാളത്തോടെ ആരവിനെ നോക്കി ചോദിച്ചു. അതോ, നീ കേട്ടില്ലേ ഡോക്ടർ സിദ്ധാർത്ഥ് മേനോൻ എന്ന് തന്നെ ചുഴുങ്ങി നോക്കി പറയുന്ന ആരവിനെ നോക്കി സിദ്ധു എന്തു പറയണമെന്നറിയാതെ നിന്നു. മോനെ സിദ്ധുകുമാരാ, നീ എന്താ വിചാരിച്ചേ ഞാനൊന്നും അറിയാത്ത പൊട്ടനാണെന്നോ? നീ ഇപ്പോൾ അടുപ്പിച്ചൊരാളെ ഫോൺ വിളിക്കുന്നതും കാണാൻ പോകുന്നതും സംസാരിക്കുന്നതും ഒന്നും ഞാൻ അറിയുന്നില്ല നീ വിചാരിച്ച മോനെ? ഇതൊക്കെ കേട്ട് വിളറി വിയർത്തു നിന്ന സിദ്ധു അവസാന ശ്രമമെന്നോണം ആരവിനെ നോക്കി ചോദിച്ചു. നീ ആരെക്കുറിച്ചാണ് ആരവി പറയുന്നത്? അതേടാ, അവളെക്കുറിച്ച് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. എൻ്റെ ആരവൂട്ട, നീ ഇത് എന്തൊക്കെയാ പറയുന്നേ? ഏതവളെക്കുറിച്ച്? ഇത്രയും നേരം കടിച്ചു കീറാൻ നിന്ന സിദ്ധു വളരെ സ്നേഹത്തോടെ ആരവിനോട് പറഞ്ഞു. മോനെ സിദ്ധു, മതിയട നീ ഉരുണ്ട് കളിച്ചത്. നിന്റെ ഇളക്കം കണ്ടപ്പോഴേ എനിക്കറിയായിരുന്നു നിന്റെ ചാട്ട എങ്ങോട്ടാന്ന്. എൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റാക്കുന്ന കൂട്ടത്തി മോനെ നീയും ആ വിജിത ഡോക്ടറും കൂടി സെറ്റായത് ഞാൻ അറിഞ്ഞില്ല നീ വിചാരിച്ചോ? വലിയൊരു സൈക്കോളജിസ്റ്റ് വന്നേക്കുന്നു എന്ന് പറഞ്ഞ് ആരവ് സിദ്ധുവിനെ പുച്ഛിച്ചു. നീ എല്ലാം മനസ്സിലാക്കിയല്ലേ കൊച്ചു കള്ള, നിനക്ക് സർപ്രൈസ് തരായിരിക്കുകയാണ് ഞാൻ എന്നും പറഞ്ഞ് ആരവിനെ നോക്കി സിദ്ധു ഒരു വളിച്ച ചിരി കൊടുത്തു. മതിയടാ ചമ്മിയത്, നീയും നന്നായി കാണണമെന്നേ ഉള്ളടാ എനിക്ക്. എൻ്റെ ജാൻവിയാണ്ട എനിക്കെല്ലാം പഠിപ്പിച്ചു തന്നത്. സ്വന്തം മക്കളെയും ഭർത്താവിനെയും തള്ളിക്കളയുന്ന രാക്ഷസികളായ സ്ത്രീകളുടെ ഇടയിലും നല്ല മനസ്സുള്ള നിസ്വാർത്ഥമായ സ്നേഹമുള്ള പെണ്ണുണ്ടെന്ന്. ഞാൻ അവളെ സ്നേഹിക്കണമെന്ന് പോലും വിചാരിക്കാതെ എൻ്റെ 2 സമ്മാനങ്ങളും കൊണ്ട് 3 വർഷം ജീവിച്ചവൾ അവളാണെടാ എൻ്റെ ജാൻവി പെണ്ണ്. പക്ഷേ അത് മനസ്സിലാക്കാൻ ഞാൻ ഒത്തിരി വൈകിപ്പോയല്ലോ സിദ്ധു. ആ ഒരൊറ്റ വിഷമമേ എനിക്കുള്ളൂ എന്ന് പറഞ്ഞ് ആരവ് സിദ്ധുവിൻ്റെ കൈകൾ ചേർത്ത് പിടിച്ചു. ആ മതിടാ സെൻറ്റി അടിച്ചത്. നീ ബീച്ചിൽ പോകാൻ ഇറങ്ങിയതല്ലേ? ഞാൻ ഒരു മീറ്റിംഗ് ഉണ്ട്, അതിന് പോവാം. അത് പറയാനാണ് ജാൻവിയെ വിളിച്ചത്. അപ്പോഴല്ലേ നിൻ്റെ പുറത്ത് കയറിയ ജിന്ന് എൻ്റെ പെങ്ങളൂച്ചിനെ പേടിപ്പിച്ചത് എനിക്ക് മനസ്സിലായത്. എന്തായാലും നിങ്ങൾ പോയിട്ടോ. ഞാൻ ഇന്നത്തെ ലേറ്റായിട്ടേ വരൂ. അതേതാടാ? ഞാൻ അറിയാത്തൊരു മീറ്റിംഗ്. ഓ മനസ്സിലായി, നടക്കട്ടെ നടക്കട്ടെ, എന്നാ വിട്ടോ, ഞങ്ങളിപ്പോൾ ഇറങ്ങും. സിദ്ധു അപ്പോൾ തന്നെ വീട്ടിൽ നിന്നും ഇറങ്ങി. ഷെടാ, ഇത്രയും നേരമായിട്ട് ഈ പെണ്ണിനെ കാണുന്നില്ലല്ലോ, ഇവളെവിടെ പോയി എന്നും പറഞ്ഞ് ആരവ് അടുക്കളയിൽ നോക്കിയപ്പോൾ പെണ്ണ് അവിടെ വെറുതെ ഭിത്തിയിൽ ചാരി നെഞ്ചിൽ കൈവച്ച് നിൽക്കുന്നു. ദൈവമേ, ഈ പെണ്ണിതൊരു നോർമലായില്ലേ? പണ്ട് ഇവക്ക് അത്ര പേടിയില്ലായിരുന്നല്ലോ. അതിന് ഞാനിവളെ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് പോലും ഇല്ലല്ലോ. അതാ പാവം, ഒത്തിരി വിഷമിച്ച് കാണുമെന്നൊക്കെ. ഞാൻ ഇന്നിനി ഒരിക്കലും വേദനിപ്പിക്കില്ല ജാൻവി പെണ്ണെ. ഇതെൻ്റെ വാക്കാ. ഇങ്ങനെയൊക്കെ മനസ്സിൽ വിചാരിച്ച് ആരവ് ജാൻവിയെ വിളിച്ചു. ജാൻവി, ജാൻവി, ഈ പെണ്ണിത് ഏത് ലോകത്താ എന്നും പറഞ്ഞ് ആരവ് അടുക്കളയിലെ വാഷ് ബേസിലെ പൈപ്പ് തുറന്ന് കുറച്ച് വെള്ളം കൈകളിലെടുത്ത് അവളുടെ മുഖത്ത് കുടഞ്ഞു. ജാൻവി ഞെട്ടിയുണർന്നു. പെട്ടെന്ന് ഇത്രയടുത്ത് ആരവിനെ കണ്ടപ്പോൾ അവൾ പെട്ടെന്ന് പേടിച്ചു പുറകിലേക്ക് മാറി. അത് കണ്ട് ആരവൊന്ന് ചിരിച്ചു. എന്താ? ജാൻവി വിക്കി വിക്കി ചോദിച്ചു. അതോ എന്നും പറഞ്ഞ് അവൾ പുറകിലേക്ക് പോകുന്തോറും അവനും അവളുടെ അടുത്തേക്ക് നടന്നെടുത്തു. ജാൻവി പേടിച്ചുകൊണ്ട് ഉമ്മിനീരിറക്കി. അവളുടെ കാട്ടിക്കൂട്ടൽ കണ്ട് ആരവ് ഊറിച്ചിരിച്ചു. പാവം പെണ്ണ്, എൻ്റെ മാത്രം ജാൻവി പെണ്ണ്. അവൻ്റെ മനസ്സ് മന്ത്രിച്ചു. പോകണ്ടേ? ആരവ് ജാൻവിയുടെ അടുത്തേക്ക് വന്ന് ചോദിച്ചു. പോകാനോ? എങ്ങോട്ടേക്കോ?
ജാൻവി പതർച്ചയോട് പറഞ്ഞു. ആഹാ, നീ ഇതെവിടാ? ജാൻവി ബീച്ചിൽ പോകണമെന്ന് മക്കൾ പറഞ്ഞത് മറന്നോ? അത് നിങ്ങൾ മക്കളും കൂടി പോയാൽ മതി, ഞാനില്ല. ഓഹോ, അത്രയ്ക്കായല്ലേ? നിങ്ങളാണോ? ഇനി ഞാൻ കാണിച്ചത് കളി എന്നും മനസ്സിലോർത്ത് ആരവ് അവളെ ഒന്ന് ചൂഴ്ന്നു നോക്കിക്കൊണ്ട് ഗൗരവത്തോട് പറഞ്ഞു. വേഗം പോയി ഒരുങ്ങി വാ ജാൻവി. ഇല്ല, ഞാൻ വരുന്നില്ല എന്ന് വാശിയോടെ ജാൻവി പറഞ്ഞു. ആഹാ, നിനക്ക് ഇത്രയ്ക്ക് വാശിയോ? എന്നോട് മിണ്ടാതിരിക്കുന്നവളെ ഇത്രയെങ്കിലും മിണ്ടിക്കാൻ പറ്റിയല്ലോ എന്ന് ആരവ് മനസ്സിൽ പറഞ്ഞ് അവൻ അവളെ നോക്കി. ഞാൻ 15 മിനിറ്റ് സമയം തരും. അതിനുള്ളിൽ നീ ഒരുങ്ങി വന്നില്ലെങ്കിൽ നോക്കിക്കോ, ഇനി ഈ കോലത്തിൽ ഞാൻ തൂക്കെടുത്തോണ്ടു. പണ്ടത്തെ ആരവല്ല ഈ പറയുന്നത്. ഇപ്പോൾ ഉള്ള എന്നെ എനിക്ക് പോലും അറിയത്തില്ല. അതുപോലെ ഞാൻ എന്തൊക്കെ ചെയ്യുമെന്ന് കേട്ടല്ലോ. അതുകൊണ്ട് വേഗം പോയി ഒരുങ്ങി വാ. ആരവിൻ്റെ ഈ വാക്കുകൾ അവളുടെ ഉള്ളിൽ വല്ലാത്തൊരാളലുണ്ടാക്കി. ശരി, ആരവേട്ടൻ പറഞ്ഞത് ആക്കെന്തോ പറ്റിയിട്ടുണ്ട്. ദൈവമേ, ഇതിനേക്കാൾ നല്ലത് പഴയ മസിൽ പിടിച്ച് നടന്ന സ്വഭാവമായിരുന്നു. എത്രയും പെട്ടെന്ന് ഒരുങ്ങി വരുന്നതാണ് എനിക്ക് നല്ലത്. ഇല്ലെങ്കിൽ പറഞ്ഞതുപോലെ ചെയ്ത് കളയും. ഞാൻ കൂടെ വന്നാലും എൻ്റെ പരിഭവത്തിന് മാറ്റമൊന്നുമില്ല, നോക്കിക്കോ എന്നും മനസ്സിലോർത്ത് ജാൻവി ആരവിൻ്റെ അടുക്കൽ നിന്നും ഓടി മുറിയിലേക്ക് പോയി. അതാ പെണ്ണേ, എനിക്കും നിനക്കും നല്ലത് എന്നും പറഞ്ഞ് ആരവ് ചിരിക്കാൻ തുടങ്ങി. ആഹാ, എന്തൊരനുസരണയാ പെണ്ണിന്! ഇത്ര പെട്ടെന്ന് ഒരുങ്ങിയോ? എൻ്റെ ഭീഷണിക്ക് ഇത്ര പവറോ? പാവം പൊട്ടിപ്പെണ്ണ്. ആരവ് അതും മനസ്സിൽ പറഞ്ഞ് ജാൻവിയെ നോക്കി നിന്നു. കരിമ്പച്ച സാരിയും അതിന് ചേരുന്ന ബ്ലൗസും ഇട്ട് കറുത്ത ഒരു പൊട്ടും സീമന്തരേഖയിലെ സിന്ദൂരവും പിന്നെ കറുത്ത കണ്ണുകളെ എടുത്തു കാണിക്കുന്ന രീതിയിൽ കടുപ്പിച്ചെഴുതിയിട്ടുമുണ്ട്. പിന്നെ കുഞ്ഞു ജിമിക്കയും താൻ കെട്ടിയ താലിയും. ഈ പെണ്ണിന് ഇത്രയും ഭംഗിയുണ്ടായിരുന്നു? ഒരലങ്കാരവും ഇല്ലാതെ തന്നെ എന്തു ഭംഗിയാണ് എൻ്റെ പെണ്ണിനെ കാണാൻ. ഞാനിത് അറിഞ്ഞില്ലല്ലോ. 3 വർഷമായി വെറുതെ. എന്ത് നന്നായിട്ട് ജീവിക്കായിരുന്നു. എല്ലാം തോൽപ്പിച്ച ഒരു വാശി. അവരെക്കുറിച്ച് ഓർക്കുമ്പോഴേ കൊല്ലാനുള്ള ദേഷ്യം തോന്നുന്നു. അങ്ങനെ ഓരോന്നും ചിന്തിച്ച് ജാൻവിയെ നോക്കി നിന്ന ആരവിനെ അപ്പൂസിന്റെ ശബ്ദമാണ് തിരികെ കൊണ്ടുവന്നത്. പപ്പാ, പപ്പ, പോകാം. പോകാം വാ എന്ന് പറഞ്ഞ് അപ്പൂസിനെ എടുക്കാൻ പോയതും അവൾ ആരവിനെ വേണ്ട എന്നും പറഞ്ഞ് കുഞ്ഞിക്കൈ കൊണ്ട് തല്ലി. ഈ പെണ്ണിതെന്താ? ഇല്ലെങ്കിൽ ഞാൻ എടുക്കണമെന്ന് പറഞ്ഞ് കീറി പൊളിക്കുന്നവളാ എന്നും പറഞ്ഞു നോക്കിയതും പെണ്ണ് കയ്യും പൊക്കിപ്പിടിച്ച് ജാൻവിയെയും നോക്കി നിൽപ്പാണ്. ഓ, വന്ന് അവക്ക് നമ്മളെ വേണ്ട. നിനക്ക് നിന്റെ അമ്മയെ മതി അല്ലടി കുഞ്ഞിപ്പെണ്ണ്? എന്നാലേ എനിക്കെൻ്റെ മോനെ മതി. നീ ഇനി എൻ്റെ അടുത്തോട്ട് വാ കേട്ടോ. നീ ഇനി നിന്റെ അമ്മയുടെ കൂടെ നടന്നാൽ മതി എന്നും പറഞ്ഞ് ചവിട്ടിത്തുള്ളി കണ്ണനെയും എടുത്തോണ്ട് ആരോ വെളിയിലേക്ക് പോയി. ഇത് കണ്ട് ജാൻവിക്ക് ചിരി വന്നു. ദൈവമേ, ഈ മനുഷ്യൻ എന്തൊരു കുശുമ്പാ. 3 വർഷം മുൻപുള്ള ആരവേട്ടന് ഒത്തിരി മാറ്റം സംഭവിച്ചിരിക്കുന്നു. അന്ന് ഗൗരവം മാത്രമുള്ള, ആരോടും മിണ്ടാത്ത ചിരിക്കാത്ത മനുഷ്യൻ എങ്ങനെയാ ഇപ്പൊ കുഞ്ഞുങ്ങളുടെ സ്വഭാവം പോലെ ഇങ്ങനെ മാറിയത്?